മലമുകളിൽ വലിയ പ്രതിഷേധം, പോലീസ് സ്റ്റേഷന് മുമ്പിൽ BJPയുടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അവിടെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാവുന്നില്ല. വലിയ വാക്കേറ്റത്തിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. MG പ്രതീഷ് നമുക്കൊപ്പം അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. നേരത്തെ വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. തർക്കമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് അത് CPM BJP പ്രവർത്തകർ തമ്മിലുള്ള തർക്കമാണെന്ന രീതിയിലേക്ക് എത്തി. പോലീസും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. കല്ലെറിയുന്ന ദൃശ്യങ്ങൾ കണ്ടു. പോലീസുകാർക്ക് നേരെ BJP പ്രവർത്തകർ കല്ലെറിയുന്ന ദൃശ്യങ്ങൾ കണ്ടു. പോലീസിനെതിരെയും ഒപ്പം CPM-നെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന BJPയുടെ ഭാഗത്തു നിന്ന് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 പോലീസുകാർ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയാണ് BJPയുടെ പ്രവർത്തനം എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് കേട്ടത്. നേരത്തെ സംഘർഷ സാഹചര്യം ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചിരുന്നത്. BJPയുടെ പ്രതിഷേധം ആ പോലീസ് സ്റ്റേഷന് മുന്നിലും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ വ്യക്തത അറിയേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകർക്കെതിരെയാണോ ആക്രമണം എന്ന് അറിയേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ വളയുകയാണോ എന്നതിലൊരു സംശയമുണ്ട്. MG പ്രതീഷ് ചേരണം. ശരി, ഗോകുൽനാഥ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മാധ്യമപ്രവർത്തകരെ വളയുന്നത് ദൃശ്യങ്ങൾ കണ്ടല്ലോ. ഗോകുൽ, കേൾക്കാമെങ്കിൽ ശരി, ഗോകുലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. തിരുവനന്തപുരം നെട്ടയം മലമുകളിലെ സംഘർഷം വലിയ സംഘർഷത്തിലേക്ക് എത്തുകയാണ്. BJP പ്രവർത്തകരും CPIM പ്രവർത്തകരും തമ്മിൽ നേരത്തെ വലിയ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിന് പിന്നാലെ പോലീസ് സ്റ്റേഷന് മുമ്പിലുണ്ടായ പ്രതിഷേധം. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും മാധ്യമപ്രവർത്തകരെ തടയാനുള്ള ശ്രമം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് കൃത്യമായി വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഗോകുൽ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് BJP MG പ്രതീഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രതീഷ്, ശരി, നെട്ടയത്ത് സാഹചര്യങ്ങൾ സങ്കീർണമാകുന്ന തരത്തിലാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് BJPയുടെ പ്രതിഷേധമാണ് അവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ തടയുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങൾ അതാണ് കാണാൻ സാധിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരെ BJP പ്രവർത്തകർ തിരിയുന്നത് ദൃശ്യങ്ങളിലുണ്ട്. തടയാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സംഘം. പക്ഷേ മുദ്രാവാക്യം വിളികളുമായി BJP പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ CPIM BJP പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. അതിന് പിന്നാലെയാണ് CPM പ്രവർത്തകർക്കെതിരെ BJPയുടെ പ്രതിഷേധം നമ്മൾ കണ്ടത്. MG പ്രതീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രതീഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? മാധ്യമ പ്രവർത്തകരെ തടയാൻ എന്താണ് ഉണ്ടായത്? ശ്രുതി, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് മാധ്യമപ്രവർത്തകരുടെ സംഘം എത്തിയത്. പക്ഷേ ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്രതിഷേധം തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഈ പ്രതിഷേധത്തിന്റെ നടുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കെതിരായുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു വനിതാ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് BJP പ്രവർത്തകർ എത്തിയത്. വലിയ നേരം അത്തരത്തിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ നിലവിൽ പോലീസും മറ്റ് ചില പ്രവർത്തകരും ഇടപെട്ട ആ ഒരു സംഘർഷ സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ പോലും കഴിയാത്ത തരത്തിൽ ഒരു പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. കാരണം ആ ഒരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതാണ്. മാധ്യമപ്രവർത്തകയായി നിരവധി പേർ തന്നെ ഉണ്ടായിരുന്നു വിവിധ ചാനലുകളിൽ നിന്ന്. പക്ഷേ ആ അവർ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ വലിയ ആക്രോശത്തോടുകൂടി BJP RSS പ്രവർത്തകരെത്തുകയും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരു കയ്യേറ്റ ശ്രമം ഉൾപ്പെടെ ഉണ്ടായി. പിന്നീട് മറ്റ് മാധ്യമപ്രവർത്തകരും മറ്റ് പോലീസുകാരും ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ എന്ത് സാഹചര്യം കൊണ്ടാണ് അത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്രതിഷേധം ഉണ്ടാകുന്നതെന്ന് അറിയില്ല. മുതിർന്ന BJP പ്രവർത്തകരൊക്കെ തന്നെ നേരത്തെ പ്രതിഷേധമുണ്ടാക്കിയ അവരെ പിന്തിരിപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ ഈ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിൽ CPM പ്രവർത്തകർക്കും ഒപ്പം BJP പ്രവർത്തകർക്ക് പങ്കുണ്ട്. പക്ഷേ ആ ഒരു കാര്യം, ആ സംഭവിച്ചത് എന്താണ് എന്ന് പറയുന്ന ആ ഘട്ടത്തിലാണ് ഈ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്നത്. 24-ലെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തക മേഘ്ന മുരളിക്കെതിരെ പ്രതിഷേധമുണ്ടായി. കയ്യേറ്റ ശ്രമമുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ പ്രവർത്തകരെ
പിന്തിരിപ്പിച്ച് ചില പ്രവർത്തകർ പിന്തിരിപ്പിച്ച് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെയായിരുന്നു BJP RSS പ്രവർത്തകരുടെ പ്രതിഷേധമെങ്കിൽ പിന്നീട് ആ പ്രതിഷേധം മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ വലിയ ഒരു അതിക്രമമായിരുന്നു കുറച്ച് നിമിഷം മുമ്പ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ സംഘർഷ സാധ്യതയൊന്നും തന്നെ ഇല്ല. പക്ഷേ പോലീസ് ഇടപെട്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. ഏകദേശം 6 മണിയോട് കൂടിയാണ് ഈ പ്രതിഷേധം തുടങ്ങിയിരുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ആ മാർച്ച് ഇപ്പോൾ ഇവിടെ തുടരുകയും ചെയ്യുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകുന്നത്. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയും BJP പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടാവുകയാണ്. മാധ്യമപ്രവർത്തകരെ തടയുന്ന നിലയിലേക്ക് BJP പ്രവർത്തകർ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ ഗോകുൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയതാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. എന്താണ് സംഭവിച്ചതെന്നത് ആളുകളോട് വിശദീകരിക്കുക, നാട്ടുകാരോട്, പ്രേക്ഷകരോട് വിശദീകരിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. അത് ചെയ്യുന്നതിനിടയിൽ അത് തടസ്സപ്പെടുത്താൻ BJP എന്തിനാണ് ശ്രമിക്കുന്നത്? ഗോകുൽ, പ്രജിത്ത്, കീർത്തന വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് കനത്ത രീതിയിലാണ് BJP അതേപോലെ തന്നെ RSS പ്രവർത്തകർ പ്രതിഷേധവും ധർണയും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാനായി എത്തുകയും വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊരു പ്രാദേശിക വിഷയം എന്നുള്ള തരത്തിലല്ല, മറിച്ച് രാഷ്ട്രീയ വിഷയം തന്നെയാണ് എന്ന് അതിങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP RSS പ്രവർത്തകർ ആക്രോശിച്ചുകൊണ്ട് വരികയും വനിതാ മാധ്യമപ്രവർത്തക അടക്കമുള്ള ആളുകളെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. തുടർന്നാണ് ഈ വിഷയം കനക്കുകയും ചെയ്തെന്നുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ആരോപണമാണ് BJP നേതൃത്വം ഉന്നയിക്കുന്നത്. പല ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രദേശത്ത് ഉണ്ട്. അത്തരത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ സ്ഥിരം BJP പ്രവർത്തകർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റണം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഇവിടെ ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി BJP പ്രവർത്തകർ തടിച്ചുകൂടിയത്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ നിലവിൽ ഈ മാധ്യമ പ്രവർത്തകർ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ എത്തുകയും തുടർന്ന് ഈ BJP പ്രവർത്തകർക്ക് അനുകൂലമല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല, കുടുംബ പ്രശ്നങ്ങളല്ല, പ്രാദേശിക പ്രശ്നങ്ങളല്ല, രാഷ്ട്രീയപരമായ പ്രശ്നമാണ് എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ നേരെ ആക്രമണം നടത്തിയത്. അവരെ തടഞ്ഞത് അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് ഇപ്പോൾ ഇടപെട്ട് വിഷയം കൂടുതൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. നെട്ടയം മലമുകളിലെ സംഘർഷത്തിലാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധവും വീണ്ടും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. MG പ്രതീക്ഷ BJP പ്രവർത്തകർ പറയുന്നത് പോലെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരെ തടയുന്ന നില അത് ശരിയല്ല. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റത്തിനുള്ള ശ്രമമടക്കം അവിടെ BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്തായാലും ഇപ്പോഴൊരു സംഘർഷാവസ്ഥ ഒഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ആ പോലീസ് സ്റ്റേഷന് മുമ്പിലുണ്ട്. BJP അവിടെ പ്രതിഷേധം